തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് ഉദ്യോഗസ്ഥരെ ഗൂണ്ടാ സംഘം ആക്രമിച്ച സംഭവത്തിൽ 4 പേർ കൂടി പിടിയിലായി എന്ന വാർത്ത. ഇതോടെ കസ്റ്റഡിയിലായവരുടെ എണ്ണം 12 ഉയർന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് ഒത്തുചേർന്ന ഗൂണ്ടകളെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഗൂണ്ടാ നേതാവ് സ്റ്റംബർ അനീഷും സംഘവും പോലീസിനെ കയറി ആക്രമിച്ചത്. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, പോലീസിനെ ആക്രമിക്കാനൊക്കെ നമ്മുടെ ഗൂണ്ടകൾ വളർന്നു കഴിഞ്ഞോ നെടുമങ്ങാട്ട്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്കറിയാം ഈ പോത്തങ്കോട് സംഭവം അടക്കം ഒട്ടകം രാജേഷ് പ്രതിയായിട്ടുള്ള പോത്തങ്കോട് സംഭവം അടക്കം തിരുവനന്തപുരത്ത് കുറച്ച് മാസങ്ങൾ, ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് വലിയ തരത്തിലുള്ള ഗുണ്ടാക്രമണ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് തിരുവനന്തപുരം സിറ്റി പോലീസും റൂറൽ പോലീസും ചേർന്നുകൊണ്ട് ഈ ഗുണ്ടകളെ അടിച്ചമർത്താനുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒതുക്കി വരികയായിരുന്നു. അതിനിടെയാണ് ഇന്നലെ തിരുവനന്തപുരം നെടുമങ്ങാട് മുക്കോല എന്ന സ്ഥലത്ത് പോലീസിനെ ഗുണ്ടാ സംഘം ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഗുണ്ടാ നേതാവ് സ്റ്റംബർ അനീഷിന്റെ സഹോദരിയുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടി അത് ഇന്നലെ അറേഞ്ച് ചെയ്തിരുന്നു. അവിടുത്തെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു ആ പാർട്ടി അറേഞ്ച് ചെയ്തത്. ഈ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള നിരവധി ഗുണ്ടാ നേതാക്കളടക്കം ആ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് CI രാജേഷ് കുമാർ, SI സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ പോലീസിനെ കണ്ട ഈ ഗുണ്ടാ സംഘം പോലീസിനെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. ഈ സംഘത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്ത്രീകളാണ് പ്രധാനമായും ഈ പോലീസുകാരെ തടയാൻ ശ്രമിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം. പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി തന്നെ റൂറൽ പോലീസ് ഷാഡോ അടക്കമുള്ള സംഘങ്ങൾ രംഗത്തെത്തി 8 പേരെ, സ്റ്റംബർ അനീഷ് അടക്കം 8 പേരെ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയിലൊക്കെ പോലീസ് വലിയ തരത്തിലുള്ള കോമ്പിംഗ് ഈ സംഘത്തിലെ മറ്റുള്ളവരെ പിടികൂടാൻ നടത്തി വരികയാണ്. ഇന്ന് പുലർച്ചയോടുകൂടി 4 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അങ്ങനെ കസ്റ്റഡിയിലായവരുടെ എണ്ണം 12 ഇവർക്കെതിരെ വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തും. മാത്രവുമല്ല ഈ സംഘത്തിൽ പങ്കെടുത്ത മറ്റു ചില ഗുണ്ടാ സംഘ അംഗങ്ങളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെയും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് കസ്റ്റഡിയിലെടുക്കുമെന്നും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസിനെ തടഞ്ഞ അല്ലെങ്കിൽ പോലീസിനെ ആക്രമിക്കാൻ സഹായിച്ച സ്ത്രീകൾക്കെതിരെയും കേസെടുക്കും. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റുള്ള പ്രതികളെ കൂടി പോലീസ് പിടികൂടാൻ തീവ്ര ശ്രമമാണ്.